ഹായ്, ഞാനിപ്പോൾ കൊല്ലം ജില്ലയിലെ ചിന്നക്കടയിലാണ് നിൽക്കുന്നത്. ഇവിടെ നിന്നുമാണ് എനിക്ക് സാമ്പ്രാണിക്കൊടിയിലേക്കുള്ള ബസ് വരാനുള്ളത്. സാമ്പ്രാണിക്കൊടിയിലേക്ക് പോകാൻ നമുക്ക് സ്വന്തം വാഹനമില്ലെങ്കിൽ നമുക്ക് ഇവിടുന്ന് പ്രൈവറ്റ് ബസ്സുകൾ ഇവിടുന്ന് ലഭിക്കുന്നതാണ്. രാവിലെ 7 മണി തൊട്ട് ബസ്സുകൾ നമുക്ക് ഇവിടുന്ന് അരമണിക്കൂർ കൂടുമ്പം സാമ്പ്രാണിക്കൊടിയിലേക്ക് ബസ്സുണ്ട്. പേര് കാര്യങ്ങളും എല്ലാം ഞാൻ പറയുന്നതാണ്. നമ്മുടെ ബസ് എത്തിയിരിക്കുകയാണ്. പ്രാക്കുളം എന്നുള്ള ബസ്സിൽ കയറിയെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ സാമ്പ്രാണിക്കൊടിയുടെ അടുത്തേക്ക് നമുക്ക് ചെന്ന് ഇറങ്ങാൻ പറ്റത്തുള്ളൂ. 20 രൂപയാണ് ടിക്കറ്റ് വരുന്നത്. അതുപോലെ ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത് യാത്ര അവസാനം വരെ ടിക്കറ്റ് നമ്മുടെ കയ്യിൽ സൂക്ഷിച്ചോണം. കാരണം ഇടയ്ക്ക് ചെക്കർ കയറുന്നുണ്ട്. ഞങ്ങൾ പോയപ്പോൾ ചെക്കിങ്ങിന് ആൾ വന്നിട്ടുണ്ടായിരുന്നു. ഏതായാലും അത് കളയാതിരുന്നത് ഒരു ഭാഗ്യമായി. അപ്പോൾ നമ്മൾ അതിനോട് അടുത്തെത്തുമ്പം തന്നെ ബോർഡും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കൊടിയിലെ പ്രാക്കുളം ലാസ്റ്റ് സ്റ്റോപ്പിൽ നമ്മളിവിടെ ബസ്സിൽ നിന്ന് വന്ന് ഇറങ്ങിയിട്ടുണ്ട്. ബസ് ഇവിടം വരെ ഉള്ളൂ. ഇവിടുന്ന് ഒരു 200 മീറ്റർ അങ്ങോട്ട് നടന്നാൽ മതി നമുക്ക് ടെർമിനൽ 1ലേക്ക് എത്തിച്ചേരാൻ പറ്റും. ഇവിടെയാണ് നമുക്ക് ടിക്കറ്റൊക്കെ എടുത്തിട്ട് സാമ്പ്രാണിക്കൊടിയിലേക്ക് പോകാനുള്ള ബോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നത്. അപ്പം എവിടെ നിന്ന് തിരുവനന്തപുരത്തു നിന്ന് വന്നാലും നമ്മുടെ എറണാകുളം ഭാഗത്തു നിന്ന് വന്നാലും കൊല്ലത്ത് ട്രെയിൻ വരുന്നവരാണെങ്കിൽ കൊല്ലം ഇറങ്ങിയിട്ട് ആ കൊല്ലത്തിൻ്റെ റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പിൽ പോയി നിന്നാലും ശരി, പുറകിലേക്ക് വന്ന് നിന്നാലും ശരി, ബസ് കിട്ടും. 10 രൂപ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ചിന്നക്കട സ്റ്റാൻഡിൽ വന്നിറങ്ങാം. അല്ലെങ്കിൽ നടക്കാമെങ്കിൽ ജസ്റ്റ് 400 മീറ്റർ ഉള്ള അവിടെ നിന്ന് നമുക്ക് നടന്നാലും വന്ന് നിൽക്കാം. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് പ്രാക്കുളം ബസ് കിട്ടും. കിട്ടിക്കഴിഞ്ഞാൽ നേരെ നമുക്ക് ഇതിനടുത്ത് തന്നെ വന്നിറങ്ങാം. അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുക്കാൻ വേണ്ടി ടെർമിനൽ 1ൻ്റെ ടിക്കറ്റ് കൗണ്ടറിലേക്ക് എത്തിയിരിക്കുകയാണ്. നല്ല തിരക്കുണ്ട്. കാരണം ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ്. ഇപ്പോൾ സമയം 3:30 ആയിട്ടുണ്ട്. ഇവിടുത്തെ ലാസ്റ്റ് ടിക്കറ്റ് കൊടുക്കുന്ന ഒരു ടൈം എൻഡെന്ന് പറയുന്നത് 4:30 അപ്പോൾ 4:30 കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ടിക്കറ്റ് കൊടുക്കത്തില്ല. അപ്പോൾ നമുക്ക് അതിന് തൊട്ട് മുമ്പാണ് നമ്മൾ എത്തിയിരിക്കുന്നത്. നമുക്കിവിടെ 150 രൂപയാണ് നമുക്ക് അങ്ങോട്ടുള്ള യാത്രയ്ക്ക്, അതായത് സാമ്പ്രാണിക്കൊടിയിലേക്ക് ഇവിടുന്ന് ബോട്ടിൽ അങ്ങോട്ട് പോകാനോ അവിടുന്ന് ഇങ്ങോട്ട് വരുന്നതിൻ്റെയൊക്കെ ഒരു ചാർജ് എന്ന് പറയുന്നത് 150 രൂപയാണ്. അത് കുട്ടികൾക്ക് അങ്ങനെ മുതിർന്നവർക്ക് എല്ലാവർക്കും ഒരു റേറ്റ് തന്നെയാണ്. പിന്നെ ഇവിടുത്തെ സമയം വരുന്നത് രാവിലെ 9:30 മുതൽ വൈകുന്നേരം 4:30 വരെയാണ് നമ്മുടെ ഇവിടുത്തെ ഒരു ടൈമും കാര്യങ്ങളൊക്കെ. അങ്ങനെ ഞാനിവിടെ ഗൂഗിൾ പേ ചെയ്ത് നമ്മുടെ ടിക്കറ്റ് മേടിച്ചിട്ടുണ്ട്. ആ കിടക്കുന്ന ബോട്ടുകളൊക്കെ അങ്ങോട്ട് പോകാനുള്ളതാണ്. അപ്പോൾ ഓരോ യാത്രക്കാരെ ഇങ്ങനെ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. 7 പേരാകുമ്പം ഇവിടുന്ന് അവർ എടുക്കും. അപ്പോൾ നമുക്കിവിടെ നിന്നാൽ നമുക്ക് കാണാം സാമ്പ്രാണിക്കൊടി അവിടെ നിൽക്കുന്ന ആൾക്കാരെയൊക്കെ, വെള്ളത്തിൽ നിൽക്കുന്ന ആൾക്കാരൊക്കെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാം. ഒരു 5 മിനിറ്റ് പോലും ഇല്ല നമുക്കങ്ങോട്ടുള്ള യാത്ര എന്ന് പറയാൻ. അപ്പോൾ ഒരു 7 പേരാകുമ്പം 7 പേരാകുന്നതനുസരിച്ച് ഇവിടുന്ന് ബോട്ട് അങ്ങോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാൻ വേണ്ടി ഇപ്പുറത്ത് നമുക്ക് സ്ഥലവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ നമ്മൾ ഒരു ബോട്ട് നമുക്ക് വന്നിട്ടുണ്ട്. അങ്ങനെ നമ്മൾ കയറി നേരെ ഞാൻ ഏറ്റവും ഫ്രണ്ടിലായിട്ട് ചെന്ന് ഇരിപ്പുണ്ട്. നമുക്ക് കൂടുതൽ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കാണുകയും വീഡിയോ എടുക്കാനൊക്കെ വേണ്ടി. അപ്പോൾ നമ്മൾ കയറി ലൈഫ് ജാക്കറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ലൈഫ് ജാക്കറ്റൊക്കെ എടുത്തിട്ട് നമുക്ക് ഇട്ടിട്ട് ഇരിക്കാം. അങ്ങനെ ഇരുന്ന് നമ്മൾ ഒരു 7 പേരായി നമ്മുടെ യാത്ര അവിടെ സാമ്പ്രാണിക്കൊടിയിലേക്ക് നമുക്ക് ഇറങ്ങാനുള്ള ആ ഒരു സ്ഥലത്തേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ലൊരു യാത്രയാണ്. വൈകുന്നേരം ഇപ്പം ഒരു ഏകദേശം നല്ല ഒരു വെയിലൊക്കെ താന്ന് നിൽക്കുന്ന സമയമാണ്. അങ്ങനെയാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വന്നത് ആ കറക്റ്റ് ടൈം നോക്കി തന്നെയാണ് വന്നത്. കാരണം വൈകുന്നേരം ആകുമ്പോൾ അധികം വെയിലും കാര്യങ്ങളും ഇല്ല, കുറച്ച് നല്ല കാറ്റും നല്ലൊരു ക്ലൈമറ്റും കാര്യങ്ങളും. അതിനാണ് വൈകുന്നേരത്തേക്ക് വന്നത്. പക്ഷേ വൈകിട്ട് വരുമ്പോൾ നമുക്ക് 4:30 മുമ്പേ നമ്മളിവിടെ എത്തണം. ഇല്ലെങ്കിൽ നമുക്ക് ടിക്കറ്റ് കിട്ടത്തില്ല, തിരിച്ചു പോകേണ്ടി വരും. അപ്പം ഇപ്പം വന്ന നല്ലൊരു സമയമാണ്. ഈ ഒരു 3 മണിക്ക് ശേഷം, അതൊരു 3:30 4 മണിക്കൊക്കെ ഇടയ്ക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ടിക്കറ്റൊക്കെ എടുത്ത് പതുക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു 5 മണി 5:30 6 മണിക്കൊക്കെ നമുക്കിവിടെ നിൽക്കാം. അപ്പം നല്ല കാഴ്ചകളും നല്ല ഒരു കാലാവസ്ഥയും കാര്യങ്ങളുമാണ് ഇവിടെ നമുക്ക് കാണാം. ഒത്തിരി പേര് അങ്ങോട്ട് പോകുന്നുണ്ട്. കണ്ടു കഴിഞ്ഞവരെല്ലാം തിരിച്ച് ഇങ്ങോട്ട് വരുന്നുണ്ട്. അപ്പോൾ നല്ലൊരു നമ്മുടെ ഈ അഷ്ടമുടി കായലിലെ നല്ലൊരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതാ നമ്മുടെ സ്ഥലം എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് നമ്മൾ ഇനി ഇറങ്ങാൻ വേണ്ടി പോകുന്നത്. അവിടെ ഇപ്പോൾ ആൾക്കാരെയൊക്കെ നമുക്ക് ഒത്തിരി കാണാം. ആൾക്കാരൊക്കെ വെള്ളത്തിൽ കൂടെ നടക്കും. ഇത്രയും വലിയ കായലിൻ്റെ നടുക്ക് കുറച്ച് ഭാഗത്ത് ആൾക്കാർ നടക്കുന്നു വെള്ളത്തിൽ കൂടെ. അങ്ങനെ നമ്മൾ ബോട്ടിൽ നിന്ന് ഇറങ്ങി. ഇവിടെ ചെറിയ ഹൈറ്റുള്ള കുറച്ച് ഒരു ഏരിയ ഉള്ള ഒരു സ്ഥലമുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ഇവിടുന്ന് നമുക്ക് ഒരു കാലെടുത്ത് വെച്ച് പതുക്കെ വെള്ളത്തിലേക്ക് ചവിട്ടി ഇറങ്ങാവുന്നതാണ്. ആദ്യം ഒന്ന് പേടിയായിരുന്നു ഇറങ്ങാൻ വേണ്ടി. കാരണം ചവിട്ടുമ്പോൾ അവിടെ ആഴമുണ്ടോ എന്താണെന്ന് അറിയത്തില്ലല്ലോ. അപ്പം എന്തായാലും ഒരാളുടെ കൈയും പിടിച്ച് ഞാൻ പതുക്കെ നമ്മൾ താഴോട്ട് ഇറങ്ങി. അപ്പോൾ ഓരോരുത്തർ പോകുന്നുണ്ട്. അപ്പം മുട്ടറ്റമുണ്ട്.
അപ്പം ഇവിടെ വരുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലായി കാണും സംഭവം എന്താണെന്ന്. നമ്മൾ വലിയ ജീൻസും ഷൂ ഒക്കെ വാരി വലിച്ചിട്ടുകൊണ്ട് വന്നാൽ പണി കിട്ടും. ഞാൻ ജീൻസ് ഉണ്ട് എൻ്റെ കയ്യിൽ, പക്ഷേ ഇത് ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന ഒരു 3/4 ആണ്. അപ്പോൾ ഈ ഒരു ഇതിട്ടാണ് കയറിയിരിക്കുന്നത്. ഞാൻ എൻ്റെ ജീൻസ് പാൻറ്റ് ഞാൻ കരയ്ക്ക് വെച്ചിരിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഇതേപോലെ ചെറിയ ബെർമൂടയൊക്കെ ഇട്ടിട്ട് വന്നാൽ നമുക്ക് നനയാതെ പോകാം. എന്നിട്ടും കാര്യമില്ല, ഇത് ഏകദേശം കുറച്ച് നനഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമ്മളെ കണ്ടൽ കാടുകളിൽ കൂടെ നമ്മളെ കൊണ്ടുപോകാൻ വേണ്ടിയുള്ള വള്ളങ്ങളാണ്. 1 മണിക്കൂറിന് അരമണിക്കൂർ 100 രൂപയാണ്. കണ്ടൽ കാടുകളിൽ കൂടെയൊക്കെ സഞ്ചരിച്ച് നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമുക്കിവിടെ തിരിച്ചു വരാം. പക്ഷേ ഇതിനകത്തൊന്നും ആളില്ല. അപ്പോൾ ആൾക്കാരൊക്കെ ആയെങ്കിലേ കയറാൻ പറ്റും. ഒരു 10 പേരെങ്കിലും വേണം. അങ്ങനെ ഒത്തിരി നാളത്തെ ആഗ്രഹത്തിനൊടുവിൽ സാമ്പ്രാണിക്കുടി എത്തിയിരിക്കുകയാണ്. അഷ്ടമുടിക്കായൽ കേരളത്തിലെ തന്നെ ആഴം കൂടിയ ഒരു കായലാണ്. എന്നിട്ടും നമുക്ക് ഈ ഒരു കായലിന് നടുക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റുന്നത് പണ്ട് ട്രഡ്ജ് ചെയ്തതിൻ്റെ മണ്ണും കാര്യങ്ങളും കൊണ്ട് ഇവിടെ ഇട്ട് അങ്ങനെ ഇവിടെ നികന്നു വന്നതാണ്. പിന്നെ അതിൻ്റെ കൂടെ കണ്ടൽ കാടുകളൊക്കെ വളർന്നു വന്നു. പിന്നെ ആൾക്കാർ വന്നു തുടങ്ങി. പിന്നെ ഇതങ്ങ് ഒരു ടൂറിസ്റ്റ് പ്ലേസാക്കി മാറ്റി. അങ്ങനെയാണ് ഇപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു അത്ഭുത ദ്വീപ് പോലെ നമുക്ക് ഇവിടെ വന്ന് എല്ലാം കാണാൻ പറ്റുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര ഇവിടുന്ന് തുടങ്ങുകയാണ്. നേരത്തെ നമ്മൾ കണ്ട വള്ളമുണ്ടല്ലോ, അരമണിക്കൂറിന് 100 രൂപ പറഞ്ഞ വള്ളത്തിലാണ് ഞാനിപ്പോൾ കയറിയിരിക്കുന്നത്. അപ്പോൾ നമ്മളെ ചേട്ടനാണ്, നമ്മളെ കൊണ്ടുപോകുന്ന ചേട്ടനാണ് ഈ നടന്നു വരുന്ന വെള്ളത്തൂടെ. എന്നിട്ട് അവിടെ ഒരു വള്ളം കിടപ്പുണ്ട്. ആ വള്ളവും ഇതേപോലെ ആൾക്കാരെയും കൊണ്ട് പോകാനാണ്. ഒരു 6-7 പേരൊക്കെ ആകുമ്പോഴത്തേക്ക് വള്ളം എടുക്കും. ഇപ്പോൾ ഒരു 7 പേര് ഞാൻ ഈ പോകുന്ന വള്ളത്തിലുണ്ട്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഇറങ്ങി നിന്ന സ്ഥലത്ത് നിന്ന് നമ്മൾ ഇനി അരമണിക്കൂർ നേരം ഒരു 6 കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 6 കിലോമീറ്റർ നമ്മളിനി ഈ വള്ളത്തിലാണ് പോകുന്നത്. 6 കിലോമീറ്റർ കൊണ്ട് അരമണിക്കൂർ സഞ്ചരിച്ച് വരും. 100 രൂപയാണ് നമുക്ക് ടിക്കറ്റ്. നമ്മൾ 150 രൂപയുടെ ടിക്കറ്റ് ആദ്യം എടുത്ത് നമ്മളിവിടെ വന്നിറങ്ങി. നമുക്ക് പിന്നെ ഇവിടുന്ന് അരമണിക്കൂർ നമ്മൾ ഈ കണ്ടൽക്കാടുകളും കാര്യങ്ങളും കായലിലൂടെയൊക്കെ ഒരു കറക്കം നടത്താൻ വേണ്ടി ഒരു 100 രൂപയും കൊടുക്കും. പക്ഷേ അത് നഷ്ടമല്ല, നല്ല ലാഭം തന്നെയാണ് ഈ ഒരു യാത്ര. അപ്പോൾ ഈ കാണുന്നതൊക്കെ മീനുകൾ കൊണ്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആ ചേട്ടനോട് ചോദിച്ചും പറഞ്ഞാൽ ആ മീനുകളെ കൊണ്ട് ഇട്ടിരിക്കുകയാണ്. അത് പിന്നെ അവിടെ കാണുന്നത് കള്ളിഷാപ്പാണ്. ആ കാണുന്നത് ബിൽഡിങ് അത് കള്ളിഷാപ്പാണ്. അപ്പോൾ നല്ല കപ്പയും മീനും അതുപോലുള്ള കക്കയും കാര്യങ്ങളൊക്കെ കിട്ടുന്ന അടിപൊളി ഒരു കള്ളിഷാപ്പും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് അവിടെ മീനിനെയൊക്കെ ജീവനോടെ പറയുന്നതനുസരിച്ച് വന്ന് പിടിച്ച് കൊണ്ടുപോകുന്ന രീതിയാണ് അവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കാഴ്ചയും കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ വീണ്ടും നമ്മുടെ അഷ്ടമുടി കായലിലൂടെ ഇങ്ങനെ യാത്ര തുടർന്ന് നമ്മുടെ കണ്ടൽക്കാടിൻ്റെ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. നമ്മൾ കണ്ടൽക്കാടുകൾ ഇങ്ങനെ ദൂരെ നിന്നൊക്കെ കരയിലൊക്കെ നിന്നൊക്കെ ഉള്ളൊരു കാഴ്ചയുള്ളൂ. ഇത്രയും തൊട്ടടുത്ത് വന്ന് ഇങ്ങനെ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് കണ്ട താഴ്വശമൊക്കെ കാണാം. കണ്ട താഴെ ഒന്നും വെള്ളമില്ല. കറക്റ്റ് ഈ പോകുന്നത് ഈ ഒരു വള്ളം പോകാൻ വേണ്ടി മാത്രമായിട്ടൊരു വെട്ടിയിട്ട പോലെയാണ് ഈ കിടക്കുന്നത്. രണ്ട് സൈഡും ഇങ്ങനെ നമുക്ക് നിലം കാണാൻ പറ്റും. ഈ നടുക്കൂടെ ചെറിയൊരു ഇതായിട്ടാണ് കിടക്കുന്നത്. അങ്ങനെ നമ്മുടെ യാത്ര ഇപ്പം പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലം വെച്ച് നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഒരു കായലിൻ്റെ നടുക്കാണെന്നോ ഒന്നും പറയത്തില്ല. നമ്മൾ നേരത്തെ എവിടുന്ന് യാത്ര തുടങ്ങിയോ ആ ഒരു സ്ഥലമൊന്നും നമ്മുടെ ഇപ്പം മൈൻഡിലേ ഇല്ല. നമ്മളിപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ കാടിൻ്റെ നടുക്കായിപ്പം. ഇപ്പം നമ്മളൊരു ഫോറസ്റ്റിൻ്റെ നടുക്കൂടെ ഉള്ള ഒരു കാട്ടരുവിയിലൂടെയൊക്കെ നമ്മൾ യാത്ര ചെയ്യുന്നതുകൊണ്ടാണ് ഇപ്പോൾ പോകുന്നത്. കാരണം എങ്ങോട്ട് നോക്കിയാലും രണ്ട് സൈഡിലും നമുക്ക് കണ്ടൽക്കാടുകൾ കൊണ്ട് ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിപ്പം പോകുന്നത് വളരെ വലിയ ഒരു വന്യമൃഗങ്ങളൊക്കെ ഉള്ള വലിയ കാടിൻ്റെ നടുക്കൂടെയുള്ള ഒരു ഫീലാണ് നമുക്ക് ശരിക്കും പറഞ്ഞാൽ കിട്ടുന്നത്. നല്ലൊരു രസകരമായിട്ടുള്ളൊരു യാത്ര. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു കണ്ടൽക്കാടിൻ്റെ അടുത്തുകൂടി ഇങ്ങനെ യാത്ര ചെയ്യുമ്പം ഒരു ഇംഗ്ലീഷ് സിനിമകളൊക്കെയാണ് ഓർമ്മ വരുന്നത്. മറ്റേ
അനാക്കോണ്ടയും അതുപോലെ മുതലയുടെയും ഒക്കെ ദിനോസറിൻ്റെയൊക്കെ സിനിമകളൊക്കെയാണ് ഓർമ്മ വരുന്നത്. കാരണം അങ്ങനെയുള്ള സിനിമകളിലൊക്കെ ഇതേപോലുള്ള കാടുകളിലൂടെ ഇങ്ങനെ വള്ളത്തല്ല ബോട്ടിലൊക്കെ പോകുമ്പോഴാണ് ഓരോന്നൊക്കെ വരുന്നത്. ശരിക്കും പറഞ്ഞാൽ മനസ്സിൽ ആ ഒരു വിഷ്വലും കാര്യങ്ങളും ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് തന്നെ ഈ ഒരു കാഴ്ചയും കൂടെ ആയപ്പോഴത്തേക്ക് അടിപൊളി. അങ്ങനെ നമ്മൾ കണ്ടൽ കാടുകളിലൂടെയുള്ള അരമണിക്കൂർ നേരത്തെ യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ വീണ്ടും കയറിയ സ്ഥലത്ത് തന്നെ തിരിച്ച് എത്തിയിരിക്കുകയാണ്. നല്ല എന്താ പറയണ്ട അടിപൊളി ഒരു യാത്രയായിരുന്നു. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ വെള്ളത്തിൽ ഇറങ്ങി നിൽക്കുന്നതിനെക്കാട്ട് എത്രയോ മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയും കാര്യങ്ങളുമായിരുന്നു നമ്മുടെ ഈ ഒരു യാത്രയിൽ. ഒന്ന് ചാമ്പ്രാണിക്കൂട്, കൗണ്ടർ നമ്പർ 1 ചാമ്പ്രാണിക്കൂട്, കൗണ്ടർ നമ്പർ 2 മണലി, കൗണ്ടർ നമ്പർ 3 പുരിപ്പഴ. ആ 3 കൗണ്ടറിലും നമുക്ക് എറണാകുളം തിരുവനന്തപുരം വരുന്നവർക്ക് ഏറ്റവും എളുപ്പം വരുന്നത് ആ പുരിപ്പഴ കൗണ്ടറിലാണ്, കിലോമീറ്റർ കുറഞ്ഞു. അല്ലാതെ വരികയാണെങ്കിൽ ചാമ്പ്രാണിക്കൂടി വരുന്നതിന് ആ കറക്കം ഒത്തിരി ഒരു 10-13 കിലോമീറ്റർ അധികം ഓടി. ഇതാകുമ്പോൾ നമ്മുടെ ബൈപ്പാസിലൂടെ കയറി വരുമ്പോൾ എളുപ്പം അവിടെ പുരിപ്പഴയാണ്. അതിനകത്താണ് എളുപ്പം. പാർക്കിംഗ് സൗകര്യം ഉണ്ട്, എല്ലാം ഉണ്ട്. ഈ മണലിലും ഉണ്ട്, ഇവിടെയും ഉണ്ട് പാർക്കിംഗ് സൗകര്യം. മണലിൽ വന്നു കഴിഞ്ഞാൽ ഇച്ചിരി ദൂരം കൂടുതൽ, ബോട്ടിനകത്ത് ഇച്ചിരി യാത്ര. റേറ്റ് എല്ലാം ഒന്ന് 150 രൂപ റേറ്റ്. എല്ലാ ദിവസവും ഇവിടെ ഓപ്പണാണ്? എല്ലാ ദിവസവും. കാറ്റോ മഴയോ ഉണ്ടെങ്കിൽ ക്ലോസ് ചെയ്യും. രാവിലെ എത്ര മണി തൊട്ട് തുടങ്ങും? രാവിലെ 9:30 തൊട്ട് 4:30 വരെ. അങ്ങനെ നമ്മൾ സാമ്പ്രാണിക്കൊടിയിലെ കാഴ്ചകളൊക്കെ കണ്ടു. ഇവിടെ വന്ന് ഒരു ബോട്ടിൽ 100 രൂപ കൊടുത്ത് നമ്മൾ കണ്ടൽക്കാടുകളിൽ കൂടെയും സഞ്ചരിച്ചു. അങ്ങനെ അവിടുത്തെ സഞ്ചാരമൊക്കെ കഴിഞ്ഞ് ഈ വെള്ളത്തിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് കാഴ്ചകളൊക്കെ കണ്ട് ഫോട്ടോയൊക്കെ എടുത്തു. ഇപ്പോൾ ഏകദേശം 5:30 കഴിഞ്ഞു. അപ്പോൾ ഇവിടുന്ന് ആൾക്കാരെയൊക്കെ പറഞ്ഞു വിടാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് നമ്മുടെ സാമ്പ്രാണിക്കൊടി എന്നുള്ള പേരിൻ്റെ അവിടെ ഇപ്പോൾ ആൾക്കാരൊന്നും ഇല്ല. അതുകൊണ്ട് നല്ലതായിട്ട് ഫോട്ടോയൊക്കെ എടുക്കാൻ പറ്റും, വീഡിയോ ഒക്കെ എടുക്കാം. അപ്പോൾ എന്തായാലും നല്ലൊരു കാഴ്ച, നല്ലൊരു അനുഭവമാണ്. അപ്പോൾ നമുക്ക് പോകാം അടുത്ത നല്ലൊരു കാഴ്ചയുമായി.